ഹരിയും. ഒരു സാധകന്റെ ജീവിതത്തെ ധന്യമാക്കുന്ന ശക്തിയാണ് ഭക്തി. സാധകൻ എന്ന് പറയുമ്പോൾ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നവൻ. ഈശ്വരൻ പരമമായ സത്യമാണ്. ശാസ്ത്രങ്ങൾ ആ ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ട്, ഗുരുക്കന്മാർ ആ ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പറഞ്ഞ വസ്തു ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ആ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ സാധകരാകുന്നത്. സാധന പല വിധത്തിലുണ്ട്. അതിലേറ്റവും പ്രസക്തമായ സാധന, പ്രസക്തമെന്ന് വിളിക്കാൻ കാരണം കലിയുഗത്തിലെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള സാധന ഭക്തിയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനോടുള്ള പരമമായ പ്രേമം. പ്രേമം എന്നാൽ മനസ്സിൻ്റെ ഏകാഗ്രമായ പ്രവാഹം. മനസ്സിന് വസ്തുവിലേക്ക് ഒഴുകാനുള്ള കഴിവ് സഹജമായിട്ടുണ്ട്. അതിന് ആകർഷണീയമായി തോന്നുന്ന വസ്തുക്കളിലേക്ക് അത് ഒഴുകും. അത് മനുഷ്യനെ ആ വസ്തുവുമായിട്ട് ബന്ധിപ്പിക്കും. ഇപ്പോൾ ഒരു സാധനം കണ്ടു അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ, മനസ്സങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയാൽ ക്രമേണ അത് വേണമെന്ന് തോന്നും. മനുഷ്യൻ അതിനായിട്ട് പ്രവർത്തിക്കും, ക്രമേണ അത് നേടിയെടുക്കും. അപ്പോൾ മനുഷ്യനെ വസ്തുക്കളുമായിട്ട് ഒട്ടിക്കാനുള്ള ശേഷി മനസ്സിന് സഹജമായിട്ടുണ്ട്. ഈ ശേഷിയെ നമ്മൾ ഈശ്വരനെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഒഴുകുന്ന മനസ്സിനെ അകത്തേക്കാക്കി നമ്മുടെ ഉള്ളിലുള്ള ആ സത്തയിലേക്ക് നമ്മൾ ആ മനസ്സിനെ പ്രവഹിപ്പിക്കുന്നു. ഇതാണ് ഈശ്വരനോടുള്ള പ്രേമം, മനസ്സിൻ്റെ ഏകാഗ്രമായ ഒഴുക്ക്. അങ്ങനെ ഈശ്വരനോട് നമുക്ക് ഭക്തി ഉണ്ടാകുമ്പോൾ നമ്മൾ ഈശ്വരനോട് അടുക്കാൻ തുടങ്ങും. ഈ പ്രയാണത്തെയാണ് നമ്മൾ ഉപാസന എന്ന് പറയുന്നത്. ഭക്തി എന്ന സാധന ഉപാസനയാണ്. ഭഗവാന്റെ അടുത്തിരിക്കുക എന്നാണ് ഉപാസന എന്ന വാക്കിനർത്ഥം. അപ്പോൾ ഭഗവാന്റെ അടുത്തിരുന്ന് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യം ആരാണ്, എന്താണ്, അത് അനുഭവിക്കാനുള്ള ത്വരയോടുകൂടി നമ്മൾ അടുക്കുകയാണ്. അങ്ങനെ അടുത്തടുത്തടുത്ത് ക്രമേണ നമ്മൾ ആ ഈശ്വരനിൽ ലയിക്കും. എന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവല്ല അതെന്നും, ഞാൻ തന്നെയാണ്, എൻ്റെ സ്വരൂപം തന്നെയാണ് അതെന്നും അനുഭൂതമാകും. ആ ഒരു അവസ്ഥയിൽ ഈശ്വരൻ പരമമായ സത്യമാണ്. മനസ്സ് ശാന്തമാകും, നിശ്ചലമാകും. പിന്നെ അവിടെ സംശയങ്ങൾക്ക് പ്രസക്തിയില്ല. പിന്നെ ആര് എന്തു പറഞ്ഞാലും മനസ്സ് ഭ്രമിക്കുകയില്ല. കാരണം നിത്യാനുഭൂതിയാണ് ഈശ്വരൻ. എന്നാൽ ആ ഒരു തലം എത്തുന്നത് വരെയും നമ്മൾ മനസ്സിനെയാണ് ആശ്രയിക്കുന്നത്. നമുക്ക് സാക്ഷാത്കാരം സിദ്ധിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്ത് മനസ്സിൻ്റെ ചഞ്ചലത്വം നമുക്ക് പലപ്പോഴും ദോഷം വരുത്തി എന്ന് വരാം. പുറമേ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് എത്തുമ്പോൾ അത് മനസ്സിനെ ഇളക്കും. അത് വളരെയധികം മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സാധനയ്ക്ക് തന്നെ ഭംഗം വന്നുവെന്ന് വരാം. അതുകൊണ്ടാണ് നമ്മൾ പുറമേയുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ അത് പ്രാമാണികമാണോ എന്ന് ഉറപ്പ് വരുത്തണം എന്ന് ആചാര്യന്മാർ പറയുന്നത്. പ്രാമാണികം എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൻ്റെ വിധിക്ക് അനുസരിച്ചാണോ, ശാസ്ത്രത്തിൽ അത് പറയുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കണം, ഗുരുക്കന്മാരോട് ചോദിക്കണം. അതല്ലാതെ പറയുന്നതെല്ലാം ശ്രവിച്ച് അതിനനുസരിച്ച് നമ്മുടെ ചിന്തയെ നമ്മൾ വളർത്താൻ ശ്രമിച്ചാൽ മനസ്സ് തെറ്റായ ദിശയിലേക്ക് പോകും, സാധന മുടങ്ങിപ്പോകും. ഇത് കലിയുഗമാണ്, ഒരുപാട് ദോഷമുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ പല പ്രകാരത്തിലും സാധനയെ മുടക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ പ്രചരിക്കും. പല തെറ്റായ ധാരണകളും ആൾക്കാർ പരത്താൻ ശ്രമിക്കും. അങ്ങനെ ഭക്തർക്കിടയിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം. അതായത് ത്രിഭംഗാകൃതിയിലുള്ള 3 വളവുള്ള ആകൃതിയിൽ നിൽക്കുന്ന ഭഗവാന്റെ വിഗ്രഹം, ഓടക്കുഴൽ പിടിച്ച് അത് വായിക്കുന്ന ആ വിഗ്രഹത്തിൽ ഓടക്കുഴൽ വെക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ വിഗ്രഹത്തിൽ ഓടക്കുഴൽ വെച്ചാൽ ഭഗവാൻ ഐശ്വര്യത്തെ ഊതിക്കളയും എന്നാണ് ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നത്. തുടക്കക്കാർക്ക് മനസ്സ് വളരെയധികം ഇളകി നിൽക്കുന്ന സമയമാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയം തോന്നാം. അവരുടനെ തന്നെ ഓടക്കുഴൽ എടുത്ത് മാറ്റിവെച്ചെന്ന് വരാം. സാധനയിൽ വളരെയധികം ബലം കിട്ടിയിട്ടുള്ള ആൾക്കാരെ ഇത് സ്വാധീനിക്കില്ല. എന്നാൽ തുടക്കക്കാരെ കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നോക്കൂ, ഭഗവാൻ എന്ന് നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഉത്തമമായ പേര് കൊടുക്കുന്നത് ഈശ്വരൻ എന്നാണ്. കാരണം എല്ലാവരെയും ഭരിക്കുന്നവനാണ് ഈശ്വരൻ. ആ ഈശ്വരനുള്ള സഹജമായ ഗുണമാണ് ഐശ്വര്യം. ഈശ്വരൻ ഉള്ളതെന്തോ അതാണ് ഐശ്വര്യം. അപ്പോൾ ഈശ്വരനിൽ നിന്നും നമുക്ക് ഐശ്വര്യത്തെ വേർപെടുത്താൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അഗ്നി എടുക്കാം. അഗ്നിയുടെ ഗുണമാണ് പ്രകാശം. അഗ്നിയിൽ നിന്നും നമുക്ക് പ്രകാശത്തെ വേർപെടുത്താൻ പറ്റില്ല. പ്രകാശമില്ലെങ്കിൽ ഇരുണ്ട ഒരു അഗ്നി ഇല്ല. അഗ്നിയുടെ പ്രകാശത്തെ നമുക്ക് മറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പാത്രം എടുത്ത് അതിനെ മൂടി വെച്ചാൽ ആ ദീപം മറഞ്ഞെന്നിരിക്കാം, പക്ഷെ അപ്പോഴും അതിന് പ്രകാശമുണ്ട്. അതേപോലെ ഈശ്വരന്റെ സഹജമായ ഗുണമാണ് ഐശ്വര്യം.
അപ്പൊ ഈശ്വരനിൽ നിന്നും ഐശ്വര്യത്തെ വേർപിടിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. എപ്പോഴും ഈശ്വരനിൽ ഐശ്വര്യം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവണമെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഈശ്വരന്റെ സാന്നിധ്യത്തെ ഉറപ്പിക്കുകയാണ്. അപ്പൊ ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിട്ടുള്ള വസ്തുവാണ്. ഈശ്വരൻ നമ്മുടെ വീട്ടിലുമുണ്ട്. പിന്നെ ആ വീടിന് ഐശ്വര്യം ഉണ്ടാവാൻ അവിടെ ഈശ്വരൻ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അത് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഈശ്വരന്റെ അനുഭൂതി ഉണ്ടാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ആ വീടിന്റെ സ്വഭാവത്തെ നിശ്ചയിക്കുന്നത്. അപ്പൊ അവർ ഈശ്വരനെ അവരുടെ ഉള്ളിൽ ആരാധിച്ചാൽ, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ഈശ്വരൻ മാറിയാൽ, ഈശ്വരന്റെ സാന്നിധ്യം അവിടെയുണ്ട്, അപ്പോൾ അവിടെ ഐശ്വര്യവും ഉണ്ടാകും. അതുകൊണ്ട് ഭഗവാന്മാരുടെ വിഗ്രഹങ്ങൾ അത് ഏത് പ്രകാരത്തിലുള്ളതാണെങ്കിലും അതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ ഈശ്വരന്റെ സ്മരണയെ വളർത്താൻ വേണ്ടിയാണ്. അതിനുവേണ്ടി മാത്രമാണ് ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈശ്വരന്റെ സ്മരണ അകത്തുണ്ടാകുമ്പോൾ അകത്താണ് ഈശ്വരാനുഭൂതി ഉണ്ടാകുന്നതും തദ്വാരയാണ് നമുക്ക് ഐശ്വര്യം ലഭിക്കുന്നതും. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോഴെല്ലാം നമുക്ക് ഈശ്വരൻ ഉണ്ടെന്ന് ഓർമ്മപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും. ആ സാഹചര്യങ്ങളിലൊക്കെ ഈശ്വരന്റെ സാന്നിധ്യം ഇത്തരം വിഗ്രഹങ്ങളും ചിത്രങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തും. കാരണം ഇപ്പൊ ദുഃഖം വളരെയധികം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശ്വരനെ നമ്മൾ മറന്നെന്ന് വരാം. അങ്ങനെ ഇരിക്കുമ്പോൾ വീടിന്റെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ ഓടക്കുഴൽ വരിച്ച് നിൽക്കുന്ന കണ്ണനെ കാണുമ്പോൾ ആ ഈശ്വരൻ ഉണ്ടെന്നുള്ള ഓർമ്മ വരും. ആ നമ്മുടെ ഭാവത്തിനനുസരിച്ച് ഭഗവാന്റെ ഭാവം പോലും മാറുന്നത് ഭക്തർ അനുഭവിക്കും. ഉദാഹരണത്തിന് ചിരിച്ചു നിൽക്കുന്ന കണ്ണൻ നമ്മൾ വളരെയധികം വിഷമത്തിൽ നിൽക്കുമ്പോൾ അതൊരു ആശ്വാസം നൽകുന്ന ചിരിയാണ്, ഞാനുണ്ട് എന്ന ചിരിയാണ്. അപ്പൊ നമ്മുടെ വിഷമം കുറയും. വളരെയധികം ആഹ്ലാദിച്ച് നിൽക്കുന്ന സമയത്ത് ആ ചിരി നമ്മളെ ഒന്ന് ശാന്തമാക്കും. അത്രയൊന്നും ആഹ്ലാദിക്കേണ്ട, ഞാനുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും. ക്രോധം തോന്നുമ്പോൾ ആ ക്രോധത്തെ അത് ശമിപ്പിക്കും. നമുക്ക് ആശയൊക്കെ അറ്റിരിക്കുന്ന സമയത്ത്, നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ചിരി നമുക്ക് പ്രത്യാശയെ നൽകും. അങ്ങനെ ആ ഭഗവാന്റെ സാന്നിധ്യം, ഈശ്വരൻ ഉണ്ടെന്നുള്ള ബോധത്തെ വളർത്തി വളർത്തി പല സന്ദർഭത്തിലും പല രീതിയിലുള്ള ഉപദേശത്തെ വാസ്തവത്തിൽ നമുക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഭഗവാന്മാരുടെ ചിത്രങ്ങളും വിഗ്രഹങ്ങളും ബിംബങ്ങളും ഒക്കെ വെക്കുന്നത്. അപ്പൊ അവർ നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള സാന്നിധ്യത്തെ കുറിച്ച്. അപ്പൊ ആ സാന്നിധ്യത്തെ ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കാൻ അവ ഉപകാരപ്പെടും. അതാണ് അവയുടെ എല്ലാം പ്രസക്തി. ഇനിയിപ്പോൾ നമ്മളിവിടെ ഭഗവാൻ കൃഷ്ണന്റെ ഈ ത്രിഭംഗ ഭാവത്തിലുള്ള ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന ഭാവത്തെ ഒന്ന് എടുത്തു നോക്കിയാൽ അത് വളരെയധികം താത്വികമായ ഒരു രഹസ്യത്തെ കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഭഗവാന്റെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഓടക്കുഴൽ നമ്മുടെ തന്നെ പ്രതീകമാണ്. നമ്മുടെ ശരീരത്തിന് 9 ദ്വാരങ്ങൾ ഉണ്ടെന്ന് പറയും. അതുകൊണ്ട് നവദ്വാരപുരമാണ് ഈ ശരീരം എന്ന് പറയും. ഈ ശരീരം തന്നെയാണ് ഓടക്കുഴൽ. ഇതില് കരണങ്ങളായിട്ട് ഒരുപാട് വസ്തുക്കളുണ്ട്. ഇപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്, പഞ്ചപ്രാണങ്ങളുണ്ട്, അതുപോലെ 4 അന്തഃകരണങ്ങളുണ്ട്. ഇതെല്ലാം ഇതിലുണ്ട്. ഇതൊക്കെ പ്രവർത്തിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ ഒരു സാന്നിധ്യം ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകണം. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ചിത്ത് എന്ന സാന്നിധ്യം, അതായത് ചൈതന്യം ഉണ്ടാവണം. ആ ചൈതന്യമാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഇതെല്ലാം ജഡമാണ്, ഇതൊന്നും പ്രവർത്തിക്കില്ല. ആ ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം ജീവനുള്ളതാകും. അപ്പൊ ഈശ്വരന്റെ സാന്നിധ്യത്തിലാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും ഉണ്ടാകുന്നത് ഈശ്വരന്റെ സാന്നിധ്യത്തിലാണെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഭഗവാൻ കൃഷ്ണൻ ഓടക്കുഴൽ വിളിക്കുന്നത്. ഭഗവാന്റെ കയ്യിലെ ഓടക്കുഴലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പ്രവൃത്തികളാണ് ഭഗവാന്റെ സംഗീതം. അപ്പൊ നമ്മൾ അഹങ്കാരം കൊണ്ട് ഞാൻ ഒരു വ്യക്തിയാണ്, ഞാൻ കേമനാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് കരുതി ഭഗവാനെ മറന്നുകൊണ്ട് ജീവിച്ചാൽ ഒരുപാട് തെറ്റുകൾ ചെയ്യും. എന്നാൽ ആ അഹങ്കാരത്തെ പൂർണ്ണമായി എടുത്തു മാറ്റി ഭഗവാനിൽ സമർപ്പിതരായാൽ, ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴൽ പോലെ നമ്മളായി മാറിയാൽ ഭഗവാൻ നമ്മിലൂടെ മനോഹരമായ സംഗീതത്തെ പുറപ്പെടുവിക്കും. അതായത് നമ്മൾ നിമിത്തമായി ഭവിക്കും. ഭഗവത്ഗീതയുടെ സാരമായി തന്നെ കണക്കാക്കാവുന്ന ശ്ലോകമാണ് നിമിത്തമാത്രം ഭവസവ്യസാച്ചിൻ എന്ന്. അർജുനനോട് പറയുകയാണ്, നീ ഒരു നിമിത്തമായി ഭവിക്ക് എൻ്റെ കൈകളിൽ. ഞാനാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി എൻ്റെ പ്രവൃത്തിക്ക് വേണ്ട ഒരു നിമിത്തമായി ഭവിക്കുക. നമുക്ക് അതുപോലെ ആവാൻ പറ്റണം. നമ്മൾ ഭഗവാന്റെ കയ്യിലെ ഉപകരണമായിട്ട് ഭവിക്കണം. അങ്ങനെ നമുക്ക് അഹങ്കാരമില്ലാതെ ഈശ്വര നീ ഇച്ഛിക്കുന്നതെന്തോ അത് എന്നിലൂടെ പ്രവർത്തിപ്പിക്കൂ എന്ന ഭാവത്തിൽ നമ്മൾ നിന്നുകൊടുത്താൽ നമ്മുടെ സാധ്യതയുടെ പൂർണ്ണത ഭഗവാൻ കണ്ടെത്തും. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾ അത് അറിയാറില്ല. നമ്മുടെ അഹങ്കാരം അതിനെ മറയ്ക്കും. എന്നാൽ ഭഗവാന്റെ കയ്യിൽ നമ്മൾ ഭദ്രമായി നിന്നുകൊടുത്താൽ ഭഗവാൻ ആ സാധ്യതകളെ മുഴുവൻ വിരിയിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ സുന്ദരമായ കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അതാണ് ഭഗവാന്റെ ഓടക്കുഴലിന്റെ നാദം.
അപ്പം നമ്മുടെ പ്രവൃത്തികൾ അത്രയും മനോഹരമാകും, ലോകത്തെ മുഴുവൻ അത് ആകർഷിക്കും. ഇപ്പം ഭഗവാൻ ഓടക്കുഴലിൻ്റെ നാദം മുഴക്കുന്ന സമയത്ത് പക്ഷിമൃഗാദികളും ഗോപന്മാരും ഗോപികമാരും എല്ലാവരും ആകൃഷ്ടരാകും. തപസ് ചെയ്യുന്ന മുനികൾ പോലും ഭഗവാന്റെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. അത്രയും ആകർഷണീയത ആ മാധുര്യത്തിനുണ്ട്, ആ ശബ്ദത്തിനുണ്ട്. അതുപോലത്തെ മാധുര്യം, അതുപോലത്തെ സൗന്ദര്യം നമ്മുടെ പ്രവൃത്തിക്കുണ്ടാകും നമ്മൾ നിമിത്തമായി ഭവിച്ചാൽ. ഈ ഒരു വലിയ തത്വത്തെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ഭഗവാന്റെ ആ ഭാവത്തെ, ആ ഒരു രൂപത്തെ മഹർഷിമാർ നമുക്ക് നൽകിയിട്ടുള്ളത്. വേദവ്യാസര് ഭാഗവതത്തിൽ ഇങ്ങനത്തെ ഒരു ഭാവം ഒരുക്കി വെച്ചിട്ടുള്ളത് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഭഗവാന്റെ ഈ ഭാവം വീട്ടിൽ വെക്കുമ്പോൾ, ഇത് വെക്കേണ്ടതാണ്, അങ്ങനെ വെക്കുന്ന സമയത്ത് ഭഗവാനെ ആ ഭാവത്തിൽ കാണുമ്പോൾ വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് അത്. പലപ്പോഴും നമുക്ക് അഹങ്കാരം വരുമ്പോൾ, മമത്വം വരുമ്പോൾ നമ്മൾ ആ രൂപം ഒന്ന് കണ്ടാൽ ഭഗവാനാണ് നാഥൻ, ഭഗവാന്റെ കയ്യിലെ നിമിത്തമാണ് ഞാൻ എന്ന് നമ്മൾ ഓർമ്മപ്പെടും. അങ്ങനെ സ്വയം ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് വിനയം വരും, നമ്മുടെ കർമ്മം കൂടുതൽ നന്നാവും. ഈശ്വരന്റെ സാന്നിധ്യം അകത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്തുകൊണ്ട്, കാരണം ഭഗവത് സ്മരണയിലൂടെ മാത്രമേ ഭഗവത് പ്രാപ്തി ഉണ്ടാകൂ. അപ്പൊ ഭഗവാനെ സ്മരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചിത്രങ്ങളും പ്രതീകങ്ങളും ഒക്കെ. അപ്പൊ ഇതിനെയെല്ലാം ഉപയോഗപ്പെടുത്തി ഈശ്വരനെ സ്മരിച്ച് നമ്മുടെ ഉള്ളിലെ നിത്യസാന്നിധ്യമാണെന്ന് അനുഭവിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അപ്പൊ ഭഗവാൻ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഐശ്വര്യമുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഭഗവാൻ ഒരിക്കലും ആ വീട്ടിൽ നിന്നും ഐശ്വര്യത്തെ പുറത്താക്കുകയില്ല. ഭഗവാന്റെ സാന്നിധ്യമാണ് ഓരോ വീടിനും ആവശ്യം. അപ്പോൾ ഭഗവാനെ ഇത്തരം വിഗ്രഹങ്ങൾ കൊണ്ട് വയ്ക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഓടക്കുഴലിൽ നിന്നും എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. അതവിടെ തന്നെ നിൽക്കട്ടെ. അത് വളരെ സുന്ദരമായ ഒരു ഭാവമാണെന്ന് മനസ്സിലാക്കുക. കാരണം ഇതെല്ലാം നമുക്ക് പാഠം പറഞ്ഞു തരികയാണ്. ഇപ്പോൾ ഭഗവത്ഗീതയിലെ ഭാവം വരച്ചുകൊണ്ട് പാർത്ഥസാരഥി ഭാവത്തെ പല വീട്ടിലും വെക്കാറുണ്ട്. അതും വെക്കാൻ പാടില്ല എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അത് വീട്ടിൽ കലഹമുണ്ടാക്കുമെന്നൊക്കെ പറയും. പക്ഷെ എത്ര സുന്ദരമായ ഭാവമാണ് ആ പാർത്ഥസാരഥി ഭാവം. നമ്മുടെ എല്ലാം ശരീരമാകുന്ന രഥത്തെ നയിക്കുന്നവൻ ഈശ്വരനാണെന്ന് പഠിപ്പിച്ചു തരികയാണ്. അതിലുള്ള ജീവനാണ് അർജുനൻ. അപ്പോൾ നമുക്കൊക്കെ ഒരു വഴികാട്ടിയുണ്ട്, ഒരു മാർഗനിർദ്ദേശകനുണ്ട്, നമുക്കൊരു ഗുരു ഉണ്ടെന്നുള്ള ബോധമാണ് വാസ്തവത്തിൽ അത് പകർന്നു നൽകുന്നത്. അപ്പോൾ ജീവിതത്തിൽ നിരാശയൊക്കെ തോന്നുന്ന സമയത്ത് ആ രൂപം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഊർജം ലഭിക്കും, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം ലഭിക്കും. കാരണം ഭഗവാനുണ്ട്. ആ ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഇത്തരം രൂപങ്ങളെല്ലാം ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ വീട്ടിൽ വെച്ചത് കൊണ്ടോ വെക്കാതിരുന്നത് കൊണ്ടോ ഒന്നും നമുക്കൊരു ദോഷവുമില്ല. ഐശ്വര്യം ഇരിക്കുന്നത് ഈശ്വരനിലാണ്. ആ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലാണ്. ആ ഈശ്വരനെ ഓർക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം രൂപങ്ങളെ സ്വീകരിക്കുന്നു. ഇതെപ്പോഴും ഓർക്കണം. കാരണം ഇത്തരം തെറ്റിദ്ധാരണകൾ പ്രചരിക്കുന്നത് ഈശ്വരനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആൾക്കാർ പറയുന്ന സമയത്ത് അത് പ്രാമാണികമാണോ എന്ന് പരിശോധിച്ച് നോക്കണം, ശാസ്ത്രം എടുത്ത് നോക്കണം. ഇപ്പൊ ശ്രീമദ് ഭാഗവതമൊക്കെ പഠിക്കാൻ പറ്റുന്നവർ തീർച്ചയായും പഠിക്കണം. ആചാര്യന്മാർ പറയുന്നത് ശ്രവിക്കണം. അതിലെന്താണുള്ളതെന്ന് നമുക്ക് മനസ്സിലായാൽ ഭഗവാന്റെ വൈഭവവും ഭഗവാന്റെ ഭാവവും നമുക്ക് കിട്ടും. കാരണം ഭഗവാൻ ഭക്തവത്സലനാണ്. ഭക്തരുടെ ക്ഷേമത്തിനു വേണ്ടി മാത്രം തൽപരനായിരിക്കുന്നവനാണ്. യോഗക്ഷേമം വഹാമ്യഹം എന്ന് അദ്ദേഹം സ്വയം തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. നമേ ഭക്ത പ്രണശ്യതി എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഓർക്കുക. നമ്മളോട് വാത്സല്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ദ്രോഹം ചെയ്യണം എന്നൊരു വിചാരം ഈശ്വരനില്ല. അത് ഏത് ഭാവത്തിൽ നമ്മൾ ആ ഈശ്വരനെ കണ്ടാലും, കൃഷ്ണനായി കണ്ടാലും ശിവനായി കണ്ടാലും ദേവിയായി കണ്ടാലും മുരുകനായി കണ്ടാലും ശാസ്താവായി കണ്ടാലും ആഞ്ജനേയനായി കണ്ടാലും ഏത് ഭാവത്തിൽ കണ്ടാലും ഭഗവാൻ എന്ന് പറയുന്ന ആ പൊരുൾ കരുണാമയനാണ്, കാരുണ്യമൂർത്തിയാണ്, ഭക്തവത്സലനാണ്. അഹം ഭക്തപരാധീന എന്ന് ഭഗവാൻ സ്വയം ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭക്തർക്ക് അധീനനാണ് ഞാൻ. ഭക്തരെ എന്താവശ്യപ്പെട്ടാലും അത് ചെയ്തു കൊടുക്കണം എന്ന ഭാവത്തിൽ അത്രയും വാത്സല്യത്തോടു കൂടി ഇരിക്കുന്നവനാണ്. അപ്പോൾ ഒരിക്കലും ഭഗവാൻ നമുക്ക് നമ്മുടെ അഹിതത്തെ ചെയ്യുകയില്ല. ഭഗവാനെ വളരെ ധൈര്യത്തിൽ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കണം. ഭഗവാൻ മാത്രമാണ് നമ്മുടെ ആശ്രയം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. ഭഗവാനിൽ സമർപ്പിതരാകുക, ശരണാഗതരാകുക. അപ്പൊ ഭഗവാൻ നമുക്ക് ആശ്രയമാണെന്നുള്ള ബോധത്തിൽ, ആ ധൈര്യത്തിൽ ജീവിക്കുക. ആ ധൈര്യം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരം വിചാരങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല. അപ്പൊ ഭഗവാന്റെ ഇത്തരം ഭാവങ്ങളൊക്കെ വീട്ടിൽ വെക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കുകയില്ല. അങ്ങനെ പറയുന്നവരോട് എടുത്തു പറയണം, ഭഗവാനാണ് ഐശ്വര്യം, ഈശ്വരനാണ് ഐശ്വര്യം. ഭഗവാൻ എങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അത് ഐശ്വര്യം തന്നെയാണ് എന്നുറപ്പിച്ച് പറയാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ.
ഭഗവാന്റെ ഭക്തിയിൽ നമുക്ക് കൂടുതൽ ബലം ലഭിക്കട്ടെ, തെറ്റിദ്ധാരണകൾ ഒഴിഞ്ഞു മാറട്ടെ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ പ്രഭാഷണം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരി ഓം.